ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പാർട്ടിൽ പുതിയ അസിസ്റ്റന്റിനെ കണ്ടിട്ട് അവർ ഷോക്കായിട്ട് നിൽക്കുന്നിടത്താണ് നിർത്തിയത്. ഈ പാർട്ടിന്റെ തുടക്കത്തിലാണെങ്കിൽ മോക്ക് കുന്തിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ പുതിയ അസിസ്റ്റന്റ് ഒരു വുമൺ ആയിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് സോറി ചോദിക്കുന്നുണ്ട്. ഞാനൊരു വുമണാണ്, അതൊരു പ്രശ്നമാണോ എന്ന് മിറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോക്കപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുന്തിയുടെ അസിസ്റ്റന്റ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർസേനയുടെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യലും പിന്നെ കുന്തിയുടെ സേഫ്റ്റി ഒക്കെ നോക്കലും കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് മോക്ക് മിറോനോട് ചോദിക്കുന്നുണ്ട്. കുന്തി അപ്പോൾ മോക്കിനോട് പറയുന്നുണ്ട്, എൻ്റെ അസിസ്റ്റന്റ് ആണായാലും പെണ്ണായാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഇത് എൻ്റെ ഏരിയ ആണ്, അതുകൊണ്ട് ഞാനിവിടെ സേഫ് ആയിരിക്കും, ഇത് ഞാൻ നിന്നോട് മുന്നും പറഞ്ഞിട്ടുണ്ടെന്ന് മോക്കിനോട് പറയുന്നുണ്ട്. മോക്കപ്പോൾ കുന്തിനെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ക്ലബ്ബ് ഫുഡും കൊണ്ടുവരുന്നുണ്ട്. മിറയാണെങ്കിൽ ഇവള് ഇടിച്ചു കയറി വരണ കണ്ടിട്ട് ഇവള് അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവള് വേഗം തടങ്ങി പിടിക്കുന്നുണ്ട്. കുന്തിയാണെങ്കിൽ അപ്പം തന്നെ എണീറ്റിട്ട് അവളെ വീട് അവളെൻ്റെ പാർട്ട്ണറിൻ്റെ കുഞ്ഞനിയത്തിയാന്ന് പറയുന്നുണ്ട്. മിറ അപ്പം തന്നെ ക്ലബിന് വിട്ടിട്ട് അവരോട് എല്ലാവരോടും സോറി പറയുന്നുണ്ട്. മിറയാണെങ്കിൽ ആകെ ചളായില്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുന്തി മോക്കിനെ തട്ടിയിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ബഡ്ഡി, നിന്റെ ടെൻഷനൊക്കെ കുറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. മിറയാണെങ്കിൽ ആകെ കുഴപ്പമായില്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ലബിനെ നോക്കിക്കണതാണ് കാണിക്കുന്നത്. അടുത്ത സീനിലാണെങ്കിൽ റോം കൊതുകടി കൊണ്ടിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് കുന്തിയുടെ വണ്ടി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഡോറ് തുറന്നിട്ട് കുന്തി എന്നിട്ട് റോമിനോട് പറയുന്നുണ്ട്, ഓ നിന്റെ കാര്യം കഷ്ടം തന്നെ എന്നിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. ഓ ഇതാരിത് പറയണേ, ഇന്നലെ നിങ്ങളും കൊതുകടി കൊണ്ടിട്ട് അവിടെ ഇരിക്കല്ലായിരുന്നു എന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുന്തിയാണെങ്കിൽ ഓ എൻ്റെ ബിൽഡപ്പ് പോയില്ലെന്ന് വിചാരിച്ചിട്ട് പീച്ചിന്റെ അടുത്ത് പീച്ചെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. പുതിയ അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് റോമ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് സമയമെങ്കിലും തന്നോടെ എന്ന് കുന്തി അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. റോമപ്പം അവിടെ നിന്ന് എണീറ്റിട്ട് എനിക്ക് മോക്കിനെ തിരിച്ചു വേണമെന്ന് പറയുന്നുണ്ട്. മോക്കപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് റോമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോക്കിനെ കണ്ട പാടെയാണെങ്കിൽ ഇന്നലെ കുന്തി ചെയ്ത പോലെ റോമും മോക്കിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സ്വീറ്റായിട്ട് നിൽക്കണ കണ്ടപ്പോൾ ഇവരെ ശല്യപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് പീച്ച് പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ പോവാണെന്ന്. അപ്പോൾ കുന്തി ഇവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 2 റൂമിൽ കിടക്കണം എന്നുള്ള അഭിനയം കൂടെ നിർത്തിക്കോ. ഇങ്ങനെ രാത്രി എൻ്റെ വീട്ടില് കള്ളന്മാരെ പോലെ ഒളിച്ചു നടക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. കുന്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ മോക്ക് കള്ളന്മാരെ പോലെ ആരും അറിയാണ്ട് പാതിരാത്രിക്ക് റോമിൻ്റെ റൂമിലേക്ക് കയറി പോവും. പുള്ളിയുടെ വിചാരം ഇതിവിടെ ആരും അറിയണില്ല എന്നാണ്. പക്ഷെ ബട്ട്ലറിനടക്കം അവിടെയുള്ള എല്ലാവർക്കും ഇതറിയാം. നമ്മുടെ കുന്തിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കണക്കാണ് നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ മോക്കാണെങ്കിൽ ആകെപ്പെട്ടല്ലോ എന്ന കണക്കാണ് നിൽക്കുന്നത്. കുന്തി എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. റോമ മോക്കിനോടൊപ്പം പറയുന്നുണ്ട്, അവൻ ഈ കാര്യം ഇപ്പം പറഞ്ഞത് എന്തായാലും നന്നായി, ഇനിയിപ്പോ 1 മുതൽ നിനക്ക് എൻ്റെ റൂമിൽ താമസിക്കാലോ, നിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മോക്കിനും തള്ളിക്കൊണ്ട് റോമ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് കുന്തി ഗ്രാൻഡ് മീറ്റിങ്ങിന് റെഡി ആവുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ പീച്ച് അവനെ റെഡി ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോക്കിന്റെ ഒരു വോയിസ് ഓവർ കേൾക്കാം, ബിഗ് ബോസ് തായ്ലാൻഡിലേക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന്. ഇവിടെ മോക്കാണെങ്കിൽ റോമിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുന്തിയുടെ ഒരു വോയിസ് ഓവർ കേൾക്കാം, ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഈ മീറ്റിംഗ് ഇത്തിരി ഡിഫറെന്റ് ആണ്. ഇപ്പോൾ പീച്ചിന്റെ ഒരു വോയിസ് ഓവർ കേൾക്കാം, എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല പോലെ നടക്കുന്നു. അടുത്ത സീനില് ബിഗ് ബോസ് വരുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇവരുടെ 2 പേരുടെയും ഡാഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീനൊക്കെ ശരിക്കും ഒരു സിനിമാറ്റിക് വൈബാണ് തരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഇവരുടെ ആക്ടിങ് ആയിക്കോട്ടെ, ഫുൾ പക്ക നല്ല അടിപൊളിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ക്വീൻ റോം എന്ന് പറഞ്ഞിട്ടുള്ള മോക്കിന്റെ ഒരു വോയിസ് ഓവർ കേൾക്കാൻ പറ്റിയപ്പോൾ അടുത്ത സീനിൽ റോമ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് മീറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ മോക്ക് പുറകെ ചെല്ലുന്നുണ്ട്. അപ്പൊ കുന്തിയാണെങ്കിൽ ഇവിടെ പുറകെ ചെല്ലാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പീച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, റോമിനെ എവിടേക്ക് പറഞ്ഞു വിടണമെന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. കുന്തി അപ്പൊ പറയുന്നുണ്ട്, റോമിനെ എവിടേക്കും പറഞ്ഞു വിടുന്നില്ല, റോം ഇനി അർസേനയുടെ നെക്സ്റ്റ് ലീഡർ ആവാൻ പോവാണ്, അതായത് ഇവരുടെ ഡാഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലീഡർ. അടുത്ത സീനിൽ കുന്തി ഒരു ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് പീച്ചിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോക്കാണ് ഇപ്പോൾ വിളിച്ചത്, അവർ 2 പേരും ഇപ്പോൾ ഒരുമിച്ചുണ്ട്, പക്ഷേ റോമാണെങ്കിൽ ആരും കാണാൻ സമ്മതിക്കുന്നില്ല എന്ന്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, അവർ 2 പേരും സേഫ് ആണെന്ന് അറിഞ്ഞത് തന്നെ സമാധാനം എന്ന്. കുന്തിയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ടയേർഡായിട്ട് ബീച്ചിന്റെ ഷോൾഡറേക്ക് ചായുന്നുണ്ട്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇന്നാണെങ്കിൽ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ നടന്നു, വായോ ഞാൻ നിനക്കൊരു ഹഗ് തരാന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു പാർട്ട്ണറിനെയാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മൾ എത്ര പ്രശ്നങ്ങളായാലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ധൈര്യം തന്നെയാണ്. കുന്തി അപ്പോൾ വളരെ സാഡായിട്ട് പറയുന്നുണ്ട്, ഞാനാകെ തോറ്റുപോയ പോലെ തോന്നാണ്, ഞാൻ ഇത്രയും കാലം ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി, ഇതിനൊക്കെ കാരണം എൻ്റെ സെൽഫിഷ്നെസ് ആണ്,
അതുകൊണ്ടാണ് ഇപ്പോൾ റോമിന് എൻ്റെ തലയിൽ വരേണ്ട ഈ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പീച്ചപ്പോൾ കുന്തിനൊന്ന് കംഫർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു ബിഗ് ബ്രദർ അല്ലേ ലുക്ക് പീച്ച് എന്ന് കുന്തി പീച്ചിനോട് ചോദിക്കുന്നുണ്ട്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഡാഡ് റോമ എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുന്തിയപ്പോൾ പറയുന്നുണ്ട്, അർസേനയുടെ ലീഡർ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ആ ജോബ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹാർഡാണ്. അതിലും ഭേദം അവന് വേറെ വല്ല സ്ഥലത്തേക്ക് പറഞ്ഞു വിടണം തന്നെയായിരുന്നു. പീച്ചപ്പോൾ പറയുന്നുണ്ട്, റോമിന് ഈ പൊസിഷനോട് താല്പര്യമില്ലെങ്കിൽ ഡാഡ് അവനെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് തന്ന അതേ ഫ്രീഡം അവനും നൽകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കുന്തിയപ്പോൾ പറയുന്നുണ്ട്, ഡാഡിൻ്റെ അർസേന എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, അത്രയും ഹാർഡാണ്. കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും റിസ്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പീച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊന്നെങ്കിൽ കുൻറോം ആവണം അല്ലെങ്കിൽ നീ ആവണല്ലേ എന്ന്. കുന്തിയപ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എന്ത് വേണമെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റും. നിന്നെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും ഞാൻ ചെയ്യുന്നും പറയുന്നുണ്ട്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാമെന്ന്. ഈ സീനൊക്കെ ശരിക്കും വളരെ ഇമോഷണലായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ കണ്ണും നോക്കിയിട്ട് കിസ് ചെയ്യുന്നുണ്ട്. കിസ്സിങ്ങിന് പുരോഗമിച്ചു കൊണ്ടിരിക്കെ കുന്തിയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫൈനലി എനിക്കിപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടിയ ലുക്ക് പീച്ചപ്പോൾ അവനെ തടയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ കിസ് അടിക്കുന്നതോടെ ഈ പാർട്ട് കഴിയാണ്. വേറൊരു സ്പെഷ്യൽ സീനും കൂടി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഇവർ മാരേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണ കാണിക്കുന്ന സീനിൽ ഇവരിങ്ങനെ മ്യൂസിക് വായിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെ ഹാപ്പി ആയിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇവർ പാട്ട് പാടുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ കുന്തിയാണെങ്കിൽ പാട്ട് പാടിയിട്ട് ഞാൻ എങ്ങനെ പാടിയ അടിപൊളിയായിട്ട് പാടിയ ഡാഡു ഇങ്ങനെ പാടിയെന്നൊക്കെ ഇങ്ങനെ പിള്ളേരോട് ചോദിക്കണമൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പ്ലബേറ്റ് വന്നിട്ട് എന്നാൽ ഞാൻ ഇനി പാടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളും പാടുന്നുണ്ട്. നമ്മുടെ കുന്തിയാണെങ്കിൽ വീണ്ടും പാടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മുടെ കുന്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു യേശുദാസ് പോലെയായി. എന്നിട്ട് അവരൊക്കെ അത് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ഇങ്ങനൊരു ഹാപ്പി സീനും കൂടി കാണിച്ചിട്ടായിരുന്നു ഈ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അടുത്ത പാർട്ടായിട്ട് ഉടനെ കാണാം.